Good evening, children. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പട്ടം ഉണ്ടാക്കി അല്ലേ? പട്ടത്തിന് എന്താ പറയാ? പതങ്ക്. പതങ്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ പണിപ്പുരയിലായിരുന്നു കുറെ പേര്. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പതങ്കിന്റെ പണിപ്പുരയിൽ കുറെ പേരുണ്ടായിരുന്നു. കുറെ പേര് ഇത് ഗ്രൂപ്പിലിട്ടു അല്ലേ? ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. ഗ്രൂപ്പിൽ ഒത്തിരി ആവില്ല അന്നേരം. മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഇഷാൻ നന്നായിട്ടുണ്ട്. ആരൊക്കെ കാണിച്ചു എന്നറിയോ? ഇഷാൻ, ഗോഡ്വിൻ, പിന്നെ ആരൊക്കെയായിരുന്നു? മിസ് പേര് മറന്നുപോയല്ലോ. അവിനാഷ്, കുറെ പേരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഗ്രൂപ്പില്? അപ്പൊ നിങ്ങളും അതുപോലെ ഒന്ന് ആക്കിയിടണം കേട്ടോ. എന്നിട്ട് പട്ടമൊക്കെ പറത്തി നോക്കണം. വെറുതെ പുസ്തകം മാത്രം പഠിച്ചാൽ മതി നമ്മള്. ഓക്കെ, നന്നായിട്ടുണ്ട്. എല്ലാവരും മിസ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നമുക്ക് നല്ല കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേപ്പറിലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബാക്കി കൂടെ പഠിച്ചാലോ? ഇപ്പൊ രാവിലെ പറഞ്ഞ ഹോംവർക്ക് ഭവിക മോളെ ഞാൻ കണ്ടു കേട്ടോ. രാവിലെ പറഞ്ഞ ഹോംവർക്ക് ചെയ്തവർക്ക് ഇനി എഴുതാൻ പ്രശ്നമില്ല അല്ലെ? രാവിലത്തെ ഹോംവർക്ക് ചെയ്യാത്തവർക്ക് ഒത്തിരി വർക്കാവും. ഇപ്പൊ പറഞ്ഞ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? രാവിലെ പറഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടോ? അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും അല്ലേ? ക്ലാസ് കഴിഞ്ഞ പാടെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ലക്ഷ്മി പ്രിയ എഴുതിയിട്ടില്ല? കഴിഞ്ഞ ക്ലാസ് ഉണ്ടാവൂല അല്ലെ? അങ്ങോട്ട് എന്തേ? ലക്ഷ്മി പ്രിയ, ദേവപ്രിയ, ലക്ഷ്മി പ്രിയ അല്ല. ക്ലാസ് കേറിയില്ല. വീട്ടിലായിരുന്നു, അവിടെ റേഞ്ച് ഇല്ല. സാരമില്ല, യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം അതെന്താ എടുത്തേന്ന്. ഇപ്പൊ അത് രാവിലെ ഒരു ക്ലാസ് കിട്ടി. ഇന്നിപ്പം നിമിഷ മിസ്സിന്റെ ക്ലാസ് കിട്ടിയോണ്ട് ഞാനത് എടുത്തു. ആ ക്ലാസ് ആ പീരീഡ് എടുത്തു. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം ക്ലാസ് എന്താ എടുത്തേന്ന്. All of you listen here. പായാണ് എടുത്തത് അല്ലെ? നമ്മള് പാസേ, പലങ്ക്, പങ്ക, പതങ്ക്. ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. പാസേ പലങ്ക്, പാസേ പങ്ക, പാസേ പതങ്ക്. നെക്സ്റ്റ് ഫ. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ആ വിരലും കൊണ്ട് തൊട്ടാലേ വിരലിന് അറിയുള്ളൂ ആ അക്ഷരം ഏതാണെന്ന്. ഫ. ഫാസേ ഫർസ, ഫാസേ ഫൽ, ഫാസേ ഫൂൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ ഫ കഴിഞ്ഞ അടുത്ത അക്ഷരം ബ. എന്താണ്? ബ. വലിയ ഉറപ്പൊന്നും പറയണ്ട അല്ലെ? ആ അക്ഷരം ബ. ബാസേ ബസ്, ബാസേ ബദക്, ബാസേ ബക്കരി അല്ലേ? എന്താണ് ബാസേ ബസ് എന്ന് പറഞ്ഞാല്? ബസ് എന്ന് പറഞ്ഞാല് കാർ അല്ലേ? ബസ് എന്ന് പറഞ്ഞ കാറാണോ? ഇഷാൻ നോക്കാം. മിസ് എന്തായി വായിക്കുന്നതെന്ന്. ബാസേ ബസ്. ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ? ഇഷ്ടമില്ല? അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് കാറിൽ പോകുന്ന മാത്രമേ ഇഷ്ടമുള്ളോ? നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം അല്ലേ? ബസ്സിൽ പോകാനാ നല്ലത്. അവിടെ പിടിച്ച് നിൽക്കുമ്പോൾ താഴെ വീണും എഴുന്നേറ്റും നല്ല സുഖമല്ലേ? ഇല്ല, സുഖമില്ല. ആർക്കും സുഖമില്ല അല്ലേ? ബസ്സിൽ പോകുന്ന ഇഷ്ടമില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും കാറുണ്ടല്ലോ അതുകൊണ്ടാ. ബാസേ ബസ്, ബാസേ ബദക്. എന്താ ബദക്ക്? ബദക്ക് എന്ന് പറഞ്ഞാല് ഡക്ക് അല്ലേ? താറാവ്. ബാസേ ബക്കരി. ആരാണ് ബക്കരി? ബക്കരി എന്ന് കരയുന്ന, ആട് കരയുന്ന പോലെ ഉണ്ട് അല്ലേ? ബക്കരി. ബക്കരി പറഞ്ഞ ഗോട്ട്. എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമല്ലോ ഇപ്പം ഗോട്ടിനെ, ബക്കരീനെ കാണുമല്ലോ. കുറേ പേരുടെ വീട്ടിലുണ്ടല്ലേ? നല്ല രസമല്ലേ ആട്ടുംകുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കാൻ, തുള്ളിച്ചാടി നടക്കാനല്ലേ? എന്ത് രസ. ബാസേ ബസ് എന്ന് പറഞ്ഞ എല്ലാവരും. ബാസേ ബസ്, ബാസേ ബദക്, ബാസേ ബക്കരി.
Once more, all of you say ba se bus, ba se badak, ba se bakari. Okay. Next നോക്കിയേ. പ, ഫ, ബ. അടുത്ത അക്ഷരം കുറച്ച് ഉറപ്പിൽ പറയണം നമ്മള്. ഫ. എങ്ങനെയാണ്? ഫ. ഫ. ഫ സേ ഭഗത്. ഫ സേ ഭാലു. ഫ സേ ഭവൻ. ആ, ഫ സേ ഭഗത്ത്. ആരാണ് ഭഗത്ത്? ദൈവത്തിനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആള്. എപ്പോഴും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഭഗത്. എന്താ നമ്മൾ പറയാ അതിന്? സ്വാമിന്നോ സന്യാസിന്നോ അങ്ങനെയൊക്കെ പറയാം അല്ലെ? ദൈവത്തിനെ പ്രാർത്ഥിച്ചോണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ദൈവത്തിനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ആള്. അയാളുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ദൈവം മാത്രം. അങ്ങനെയുള്ള ആളാണ് ഭഗത്. ഭാസേ ഭാലു. ആരാണ് ഭാലു? കരടി അല്ലെ? കരടിയാണ് ഭാലു. ഭാസേ ഭവൻ. ഭവൻ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടം, ബിൽഡിങ്, ഭവൻ. ഫിയോണ മരിയ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കും തന്നേ. എനിക്കും തരുവോ? എന്തോ കഴിച്ചുകൊണ്ടിരിക്കും അവിടെ, നമുക്ക് തരാതെ. ഒന്നും ശരിയാവില്ല കേട്ടോ. തരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ തരണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കണ്ട. ഒരെണ്ണേ ഉള്ളൂന്ന്. അവള് കഴിച്ചോട്ടെ അല്ലേ? നമുക്ക് വേണ്ട. ഒരെണ്ണം കിട്ടിയിട്ട് നമുക്ക് എന്നാ ചെയ്യാനാനി? അവള് തന്നെ കഴിച്ചോട്ടെ. നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. ലിസൺ. എന്താ? ഭാസേ ഭഗത്. ഒളപ്പിസേ ഉറക്കെ വായിച്ചേ. ഭാസേ ഭഗത്, ഭാസേ ഭാലു, ഭാസേ ഭവൻ. അപ്പൊ ഒരക്ഷരം കൂടെ പഠിക്കാനുണ്ട്. അത് ആ ഒരക്ഷരം മാത്രമായി പോകുമ്പോ അതിന് വിഷമാവും. ശ്രദ്ധിച്ചേ. അടുത്ത അക്ഷരമാണ് മ. എന്താണ് അക്ഷരം? മ. വേദ്യ, ലിസൺ ഹിയർ. മ സേ മക്കാൻ, മ സേ മഗർ, മ സേ മച്ചലി. ഒന്നൂടെ. മ സേ മക്കാൻ, മ സേ മഗർ, മ സേ മച്ചലി. ആ, മച്ചലി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് മച്ചലി ഇല്ലാണ്ട് പറ്റുമോ? പറ്റില്ല. ആ, മച്ചലി വേണം. നമ്മളിപ്പോ ഇനി എപ്പോഴും ഫിഷ്, മീൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് നമ്മളിനി മച്ചലി എന്നും കൂടെ പറഞ്ഞു പഠിക്കണം. എന്താണ് ഉച്ചക്ക് കറി എന്ന് ചോദിക്കുമ്പോ മച്ചലി. ഇപ്പം അമ്മയും കൂടെ പഠിക്കും മീനിന്റെ ഹിന്ദി വേർഡ് എന്താന്ന് അല്ലേ? എന്താണ്? മച്ചലി. അമ്മയ്ക്ക് അറിയില്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എന്താണ് ഫിഷിന് പറയാ? മച്ചലി. ഇപ്പൊ ഇവിടെ നോക്കിയേ. മക്കാൻ. മക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടമാണ് അല്ലേ? മക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ? വലിയ കെട്ടിടം കണ്ടിട്ടില്ലേ? കുറേ നിലകളുള്ള അതാണ്. മാസേ മക്കാൻ, മാസേ മഗർ. എന്താണ് മഗർ? ക്രൊക്കോഡൈൽ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്രൊക്കോഡൈലിനെ? ഈശാനാണോ കണ്ടത്? ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ ക്രൊക്കോഡൈൽ എന്ന് പറഞ്ഞു കൊടുത്ത കൂട്ടുകാർക്ക്. അയോണ് കണ്ടിട്ടുണ്ട്, ചോദിക്കാം. അയോണും ഇഷാനും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ക്രൊക്കഡൈലിനെ ഞാൻ അങ്ങനെ അനങ്ങുന്നൊന്നും കണ്ടിട്ടില്ല, അവിടെ കിടക്കുന്നേ ഞാൻ കണ്ടത്. ആ, സൂര്യ പോയപ്പം കണ്ടു അല്ലേ? അതെ. അയോണോ? ശില്പം പോലെ കിടക്കുക. ആണോ? ആഹാ. എന്താ അതിന്റെ പേരെന്താ? ക്രൊക്കോഡൈലിന് എന്താ പറയാ മലയാളത്തിൽ? അല്ല അല്ല, മലയാളത്തിൽ എന്താ പറയാ മഗറിന്? മുതല. അറിയോ നോക്കാൻ വേണ്ടിട്ടാ. മുതല അല്ലേ? വേറെ ആരും കണ്ടിട്ടില്ല? ഇഷാനും അയോൺ സാബിനും കണ്ടിട്ടുള്ളൂ?
തോമസിനെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടല്ലേ? നമ്മള് സ്കൂളിൽ നിന്ന് ടൂറിന് പോയില്ലേ? ഇപ്പൊ കണ്ടതല്ലേ? ആ അതാണ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ എവിടുന്നാ കണ്ടേന്ന്. ആരെങ്കിലും വീട്ടിൽ വളർത്തുന്നുണ്ടോ മകറിനെ? ഇഷാനുണ്ടോ? വീട്ടിലുണ്ടോ? പിന്നെ ആരുടെ വീട്ടിലാ ഉള്ളത്? ദേവപ്രിയന്റെ വീട്ടിലുണ്ടെന്ന്. ഉണ്ടോ? ഇത് പറഞ്ഞു കൊടുത്തേ കൂട്ടുകാർക്ക് വിശേഷം. ദേവപ്രിയന്റെ വീട്ടില് മകറിനെ വളർത്തുന്നുണ്ടെന്ന്. അൺമ്യൂട്ട് ചെയ്യേ. ആ ഉണ്ടോ? എവിടെയുള്ളത്? ഒന്ന് പറയുന്നേ, ചിരിച്ചോണ്ടിരിക്കാതെ പറ. വീട്ടിൽ തന്നെ കാണാൻ പറ്റുമോ? ഉണ്ടോ? കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ? ആ ഗോഡ്വിന്റെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നേ. ആ ഉണ്ടെന്ന് നമുക്ക് വിശേഷം അറിയാം. ഗോഡ്വിനെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ഇല്ലെന്നാ പറയുന്നേ. നോന്നാ പറഞ്ഞ കേട്ടോ, നോന്നാ പറഞ്ഞത്. ഇപ്പൊ ഇല്ല, അവന്റെ വീട്ടിലും ഇല്ല. അപ്പം മകറിനെ നമ്മൾ വളർത്തില്ല അല്ലേ? അത് നമ്മളെ പിടിച്ചു തിന്നൂലേ? ആ നമ്മളെ പിടിച്ചു തിന്നും. അത് വേണ്ട കേട്ടോ ഇഷാനെ, അത് വേണ്ട. ആ നമ്മോട് പറയണം കേട്ടോ, മകറിനെ വളർത്തണ്ട പറയണം. അപ്പൊ എന്താ മകർ എന്ന് പറഞ്ഞാല്? ക്രൊക്കഡൈൽ, മുതല. ഒന്നൂടെ, മാസേ മക്കാൻ. ഇപ്പൊ മകർ എന്നുള്ള വാക്ക് പഠിച്ചില്ലേ? കുറെ നേരമല്ലേ മകറിനെ പറയുന്നല്ലേ? മാസേ മകർ, മാസേ മച്ചലി. ഒന്നൂടെ പേജ് മറിച്ചേ. ബാസേ ബസ്. ഓൾ ഓഫ് യു സേ ബാസേ ബദക്, ബാസേ ബക്കരി. ഭാസേ ഭഗത്, ഭാസേ ഭാലു, ഭാസേ ഭവൻ. മാസേ മക്കാൻ, മാസേ മഗർ, മാസേ മച്ചലി. ഇപ്പൊ നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ച് ഒന്നുകൂടെ വായിക്കണ്ടേ നമുക്ക്? വേണം. പേജ് നമ്പർ എടുത്തോ, 17. പാസേ പലങ്. എല്ലാവരും വായിച്ച്. പാസേ പലങ്, പാസേ പങ്ഖ, പാസേ പതംഗ്, പാസേ ഫർസ. അയാൻ എന്താ എടുക്കുന്നത്? അയോൺ ഇവിടെ ശ്രദ്ധിച്ചേ. ഫാസേ ഫൽ, ഫാസേ ഫൂൽ. ബാസേ ബസ്, ബാസേ ബദക്, ബാസേ ബക്കരി. അടുത്ത അക്ഷരം എന്താണ്? നല്ല ഉറപ്പിൽ പറഞ്ഞ്. ഭ. ഭാസേ ഭഗത്, ഭാസേ ഭാലു. കുഞ്ഞു പല്ലൊക്കെ തെറിച്ചു പോട്ടെ ഭ എന്ന് പറയുമ്പോ. ഭാസേ ഭവൻ. ഇവിടെ വന്നിട്ടുണ്ട്, 2 പല്ല് വന്നിട്ടുണ്ട്. അത് ആരുടെയത്? ആരുടെയോ തെറിച്ചു വന്നിട്ടുണ്ട്. എത്തി നോക്കുക, സർഗ എത്തി നോക്കുക അവിടെ ഉണ്ടോന്ന്. മാസേ മക്കാൻ. അപ്പൊ അവേദിയും ക്രിസ്റ്റി ജോസഫ് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ഉണ്ടോന്ന്. ചിലപ്പോ ഉണ്ടെങ്കിലോന്ന്. മാസേ മക്കാൻ, മാസേ മഗർ, മാസേ മച്ചലി. അപ്പൊ നമുക്ക് എഴുതണ്ടേ? നോട്ട് ബുക്കിൽ എഴുതണ്ടേ? എങ്ങനെ എഴുതുവാ? നല്ല ഈസി ആയിട്ട് എഴുതാം. മിസ് ഇപ്പൊ കാണിച്ചു തരാം. പായും ഫായും എഴുതിയല്ലേ നമ്മള്? ഇനി അടുത്ത അക്ഷരമാണ് ബ. അങ്ങനെ എഴുതി നോക്കിയോ? ഫസ്റ്റ് ഇതുപോലെ എഴുതണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്ക, രണ്ടാമത് അതിന്റെ നടുക്കൂടെ വരയ്ക്ക, മൂന്നാമത് മുകളിലോട്ട് വരയ്ക്ക, നാലാമതായിട്ട് മുകളിലോട്ട് പോയി അതേപോലെ താഴോട്ട് എഴുതുക,
അഞ്ചാമതായിട്ടാണ് മുകളിൽ വരയ്ക്കേണ്ടത്. ഇങ്ങനെ തന്നെ എഴുതിക്കോ റഫായിട്ട്. ക്രിസ്റ്റോ ചേട്ടൻ അമ്മേനെ എഴുതാൻ വിടുന്നില്ലേ? നീ വർത്താനം പറഞ്ഞോണ്ടിരുന്ന അമ്മയ്ക്ക് എഴുതാൻ പറ്റുമോ? എഴുതിയാ? ഇതാണ് ബ. ഇങ്ങനെയല്ലേ മലയാളത്തിൽ പഠിച്ചു നമ്മള് ബാന്ന്. ഇനി അടുത്ത അക്ഷരം എന്താണ്? ഭ. ഭ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ഇങ്ങനെ ഒരു 0 എഴുതണം. എങ്ങനെയാ എഴുതുന്നേ? ആ 0 എഴുതുന്ന തലതിരിഞ്ഞ് പോയാൽ എഴുതാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ എഴുതണം. ഇങ്ങനെ വരണം. ഉണ്ടോ മിസ്? ഒരു ആരോ മാർക്ക് ഇട്ടുണ്ടോ? അതുപോലെ തന്നെ എഴുതണം, എങ്കിലേ അത് എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വന്നു. അക്ഷരദീപത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ലൈനിൽ 2 അക്ഷരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ രാവിലത്തെ ഹോംവർക്ക് ചെയ്ത് തീർന്നവർക്ക് ഇത് കുഴപ്പമില്ല അല്ലെ? വീണ്ടും ഒരു 3 അക്ഷരം കൂടെ വരുന്നേ ഉള്ളൂ. അല്ലാത്ത മടി പിടിച്ച് നിന്നവർക്ക് കുറേ അക്ഷരമായി, 5 അക്ഷരമൊക്കെ ആയി. ഇതാണ് ഭ. ഈസി അല്ലേ? മിസ് എഴുതുന്ന പോലെ എഴുതിയ ഈസിയാണ്. എഴുതിയോ എല്ലാരും? നെയ്ജിൽ എഴുതിയോ? അമ്മ എഴുതി കഴിഞ്ഞോ? എല്ലാവരുടെയും അമ്മ എഴുതി കഴിഞ്ഞോന്ന് ചോദിക്കാം അല്ലെ? നെയ്ജിന്റെ പട്ടം നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത അക്ഷരം കൂടെ വേണ്ടേ? അത് ചേച്ചി ഉണ്ടാക്കിയതാ. അടുത്ത അക്ഷരം എന്താണ്? മായ ആണല്ലേ? എങ്ങനെയാ മായ എഴുതുക? ഫസ്റ്റ് ഒരു 1 വരച്ചു, എന്നിട്ട് ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു, എന്നിട്ട് അതിങ്ങനെ വരച്ചു, ഒരു 1 കൂടെ അതിനെ കൂട്ടി എഴുതി, ലാസ്റ്റ് മുകളിൽ എഴുതി മ. എഡ്വിൻ ജോസഫ് മിടുക്കൻ. അവൻ സ്ലേറ്റിൽ തന്നെ എഴുതി. മിടുക്കൻ. എഴുതിയില്ലേ? ഇങ്ങനെ തന്നെ എഴുതിയെടുത്തോ, എങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. രശ്മിയെ, അമ്മ എഴുതി കഴിഞ്ഞോ? അമ്മമാരെ എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതിയൊന്ന് ചോദിക്കണ്ടല്ലോ, എനിക്കറിയാം നിങ്ങൾ എഴുതുന്നേന്ന്. അർജുൻ രാജേഷ് എഴുതിയിട്ടുണ്ട്. രശ്മി, അമ്മ എഴുതി കഴിഞ്ഞ? അമ്മയുടെ വേഗം എഴുതാൻ പറ. ഇത് എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ? എഴുതുന്നില്ലേ അമ്മ? അമ്മനെ പേടിപ്പിച്ചേ, വേഗം എഴുതാൻ പറഞ്ഞേ. ഒന്നും പറഞ്ഞാ കേൾക്കില്ലാന്ന്. ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ട്, കേൾക്കട്ടെ. എന്താ പറഞ്ഞ? അൺമ്യൂട്ട് ചെയ്തേ. ലക്ഷ്മി പിടിക്ക, എല്ലാ അക്ഷരം പെട്ടെന്ന് എഴുതി കാണിക്കും മിസ്സിനെ. എന്താ നിന്റെ കയ്യിൽ പെൻസിലൊന്നും കാണുന്നില്ലല്ലോ. മായ എഴുതാൻ എളുപ്പമുണ്ട് മിസ്സേ, അതൊറ്റക്ക് തന്നെ എഴുതുന്നുണ്ട്. മായ എഴുതാനല്ലേ വിഷമം.
അപ്പം വിഷമമുള്ളത് നമുക്ക് പറ്റുമെന്ന് പറഞ്ഞ ഇതാണല്ലേ. ഞാൻ വിചാരിച്ചു മായ എഴുതാൻ ഭയങ്കര ടഫായിരിക്കും, ഇതിങ്ങനെ വളഞ്ഞിട്ടൊക്കെ എഴുതണ്ടേ. അപ്പൊ അത് അവര് ഈസി ആയിട്ട് എഴുതി. അപ്പൊ ലക്ഷ്മിനെ കുറിച്ച് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കുട്ടിയാണ്. ഫസ്റ്റ് തന്നെ അവള് ഹോംവർക്ക് ചെയ്ത് കാണിക്കും. നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിക്കോ, ലക്ഷ്മിയുടെ പേരാ ഫസ്റ്റ് കാണാ ഹോംവർക്ക് ചെയ്യുന്നതില്. നോക്കണം കേട്ടോ, ഇന്ന് തന്നെ നോക്കണം. നിങ്ങൾ ലക്ഷ്മിയുടെ പേരാണോ ഫസ്റ്റ് എന്ന് നോക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗ്രൂപ്പില് നമ്മൾ ഹോംവർക്ക് പോസ്റ്റ് ചെയ്യില്ലേ, ഗ്രൂപ്പിൽ ഇട്ടാലേ എല്ലാവരും കാണുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇടുന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. അപ്പൊ എല്ലാരും ഫസ്റ്റ് ആവും. നിങ്ങൾ അങ്ങനെ ഒന്ന് ഇട്ട് നോക്ക് കേട്ടോ. അപ്പൊ ആരാ ഫസ്റ്റ് നോക്കാലോ. അപ്പം മടിയുള്ളവരൊക്കെ എന്താ ചെയ്യണ്ടേ? ഹോംവർക്ക് ചെയ്യണ്ടെന്നാണോ? അല്ല, ഹോംവർക്ക് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. മടിയുള്ളവർ ഇന്ന് തന്നെ എഴുതി പോസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളവര് ഇന്ന് തന്നെ എഴുതുക. പോരെ? എല്ലാരും ഇന്ന് തന്നെ എഴുതണം എന്നാ പറഞ്ഞത്. രാവിലത്തെ വർക്ക് രാവിലെ എഴുതിയില്ലേ, ഇതും കൂടെ എഴുതുക. കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. ഇനി നമുക്കൊന്ന് വായിച്ചു കേൾക്കണം. ആരാ വായിക്കുന്നേ? ഞാൻ ഫസ്റ്റ് വായിക്കാന്ന് പറഞ്ഞ ആരാണ്? ഗോഡ്വിൻ. बदक, बकरी, भगत, बारू, भवन. വെരി ഗുഡ്. അടുത്തത് വേറെ ആൾക്ക് കൊടുക്കുക. അമ്മയില്ല, അഭിരാമി. ഓരോ അക്ഷരം അതിന്റെ വാക്കുകളും വായിച്ചാൽ മതി കേട്ടോ. വായിച്ചു. ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് അക്ഷരദീപത്തിൽ എഴുതിക്കോ. മാസേ മക്കാൻ, അമ്മ പറഞ്ഞു തരണ്ട, എനിക്കറിയാം. ഈ അമ്മ എന്തേ പറയുന്നേ? വായിച്ചോ? അഭിരാമി വായിച്ചോ? അമ്മേനെ നോക്കണ്ട. മാസേ മഗർ. എന്താ ഒന്നും മാസേ മച്ചലി. എഴുതിക്കോ കേട്ടോ. വൈഷ്ണവ്, വൈഷ്ണവ് റേറ്റില്ലേ? ഫിയോണ, ബക്കരി. ബാസേ ബക്കരി. ഓക്കെ, എഴുതിക്കോട്ടോ. ഈ അമ്മ കളിയാക്കുന്നുണ്ടോ കുഞ്ഞിനെ? എന്തിയാ അവിടെ? എന്തിയാ അമ്മയ്ക്ക് അറിയോന്ന് ചോദിച്ചേ. ഇപ്പഴല്ലേ അമ്മ പഠിച്ചതെന്ന് ചോദിച്ചേ. അമ്മയ്ക്ക് നേരത്തെ അറിയാം അത് എഴുതാൻ. മോള് ചോദിച്ചേ അമ്മയ്ക്ക് അത് എഴുതാൻ അറിയോന്ന് ചോദിച്ചേ. അക്ഷരം വെറുതെ കളിയാക്കുന്നു കുഞ്ഞിനെ. കളിയാക്കുന്നുണ്ടെ മിസ്സിനോട് പറഞ്ഞാൽ കേട്ടാ. സമജ്ഞ നെക്സ്റ്റ്. അമ്മ ഓടിവാ. ഫാസേ ഭഗത്, അതല്ല. ഫാസേ ഭഗത്, ഫാസേ ഭാലു. ഏതിനെ നീ വായിക്കുന്നു? ഭാലു വായിക്കേ. ഫാസേ ഭഗത്, ഫാസേ ഭാലു, ഫാസേ ഭവൻ.
ബാസെ ഭാലു. ബാലു ഭാസെ ഭവൻ. ബാസെ ബദൻ ഭവൻ. തേർഡ് ശ്രദ്ധിക്കുന്നില്ല മിസ്സേ. ആ അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ശ്രമത്തിന് ഇങ്ങനെയല്ല. ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, എഴുതാനും മടിയാന്ന്. എന്നാ അടുത്ത ആഴ്ച വരെ ഞാനും ഇല്ല. എനിക്ക് ശ്രദ്ധിക്കാത്ത കുട്ടികളൊന്നും എനിക്ക് വേണ്ട. എന്ത് ഇത്, ഞാൻ വെറുതെ അവിടുന്ന് വരുന്നു. രാവിലെ എഴുതിയിട്ട് ഞാൻ വരും. എന്തിനാ വരുന്നേ? നിങ്ങളൊന്നും കേൾക്കുന്നില്ല, പിന്നെ ഞാൻ വരണോ? നമ്മുടെ അയോൺ കുട്ടൻ ഇപ്പൊ പറയും, വായിച്ചോ. ഞാൻ കൂട്ടുകൂടില്ല കേട്ടോ. എനിക്ക് നിങ്ങളെ വഴക്ക് പറയാനൊന്നും അറിയില്ല. ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ പഠിക്ക. വായിച്ചോ. മാസേ മക്കാൻ മാസെ മഗർ മാസെ മछली. മച്ചലി. വെരി ഗുഡ്. ധ്യാൻ. ബാസേ. അയോൺ എഴുതിക്കോ, അവിടെ ഇരുന്നിട്ട് എഴുതിക്കോ. ബാസേ ബസ്. ധ്യാൻ വായിക്ക്. അൺമ്യൂട്ട് ആവുന്നില്ലേ? ആയല്ലോ. ബാസെ ബസ് ബാസെ ബത്തൽ ബദക്. ബാസെ ബക്കരി. ഓക്കെ, വെരി ഗുഡ്. ശ്രീഷ്ണ. വായിക്ക്. ഭാസേ ഭഗത്. ഭാസേ ഭവൻ. വെരി ഗുഡ്. വൈഷ്ണവ് പറയുന്നുണ്ടോ? നേരത്തെ ചോദിക്കുമ്പോ ഓടിപ്പോയി. വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്തേ. മാസേ. വൈഷ്ണവ് വായിക്കുന്നുണ്ടോ? അല്ലേ അടുത്ത കൂട്ടുകാരനെ വിളിക്കാം. വായിക്കുന്നില്ല. ആരാ വായിക്കുന്നത്? നമ്മുടെ ടൈം തീരാൻ പോകുന്നു. ഇനി ആർക്കെങ്കിലും മിസ്സിനെ വായിച്ച് കേൾപ്പിക്കണം എന്നുള്ളവര് എന്താ ചെയ്യേണ്ട അറിയോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങള് പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. നമ്മുടെ ടൈം തീർന്നു. ഒന്ന് പേര് വിളിച്ചോട്ടെ നിങ്ങളുടെ. ആരോമൽ, ഗോഡ്വിൻ, അയോൺ സാബിൻ, അംന ഫാത്തിമ, നഹ്ല, നസീം, ഇലോൺ ഉല്ലാസ്, ശ്രീഷ്ണ, ഇഷാൻ, ജിയോണ, അവേദ്യ, എഡ്വിൻ, വൈഷ്ണവ്, അർജുൻ, ഷൻസ ഫാത്തിമ, സമജ്ന, അലോൺ, ആദിനാഥ്, ഫിയോണ, ദേവപ്രിയ, അഭിരാമി, ധ്യാൻ, നൈജൽ, നഹ്ല ഫാത്തിമ. ഓക്കെ, ഇന്നിപ്പോ എല്ലാവരും ആയോ? ഏഞ്ചൽ, ക്രിസ്റ്റോ ജോൺ, ഭവിക, അനയ റോസ്, ക്രിസ്റ്റി ജോസഫ്, അവേദ്യ, എഡ്വിൻ ജോസഫ്, വൈഷ്ണവ്, ഇഷാൻ, ഗോഡ്വിൻ, അഭിരാമി. പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മി. എല്ലാരും വിളിച്ചില്ലേ? ഓക്കെ, അപ്പൊ മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ടൈം തീർന്നു. അപ്പൊ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മിസ്സിന് ഇവിടെ ഉണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. മിസ് ഇട്ടോളാം. ഓക്കെ, ബൈ. See you.